ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ഗൂഗിൾ പേ എല്ലാം യൂസ് ചെയ്യുന്നവരാണ്. ഇങ്ങനെ ഗൂഗിൾ പേ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ട്രാൻസാക്ഷൻ എല്ലാം നടത്തി ഇത്തരത്തിൽ ഈ ട്രാൻസാക്ഷൻ ഇത് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും നമ്മുടെ എമൗണ്ട് എല്ലാം ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ട്രാൻസാക്ഷൻ ഇത് സക്സസ് ആയിട്ടില്ല. ഇത്തരത്തിൽ നമ്മുടെ പേയ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ പണമെല്ലാം നഷ്ടപ്പെടുമ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചെടുക്കുന്നത്? ഇതിനെക്കുറിച്ചെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പലപ്പോഴും ഇത്തരത്തിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പോയിരിക്കുന്ന ഈ ഒരു എമൗണ്ട് ഇത് ക്രെഡിറ്റ് ആകുന്നതിന് മണിക്കൂറുകൾ അല്ലെങ്കിൽ ചിലപ്പോൾ ദിവസങ്ങളെല്ലാം എടുക്കാറുണ്ട്. എന്നാൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം വളരെ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യണമെങ്കിൽ ഇതിനായി നമ്മൾ എന്താണ് ചെയ്യുക എന്ന് നോക്കാം. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ഈ ഒരു ഗൂഗിൾ പേ ആദ്യം ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഈ പ്രൊഫൈൽ ഐക്കൺ എല്ലാം കിട്ടും. ഇതിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഇത് സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുമ്പോൾ ഇവിടെയാണ് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ എല്ലാം ലഭിക്കുന്നത്. ഗെറ്റ് ഹെൽപ്പ് എന്നൊരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ ഗെറ്റ് ഹെൽപ്പ് എന്നതിൽ നമ്മൾ ടാപ്പ് ചെയ്യുക. ഇങ്ങനെ നമുക്ക് ഗൂഗിൾ പേയിൽ വന്നിരിക്കുന്ന കോമൺ ആയിട്ടുള്ള കുറേ ഇഷ്യൂസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലൊരു ഇഷ്യൂ എല്ലാമാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നതെങ്കിൽ ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നെല്ലാം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പേ ബിൽസ് യൂസിങ് ഗൂഗിൾ പേ, അതുപോലെ ഫിക്സ് പ്രോബ്ലംസ് വിത്ത് ട്രാൻസാക്ഷൻ, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കും. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും പോയിരിക്കുന്ന ഈ ഒരു എമൗണ്ട് ഇത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ക്രെഡിറ്റ് ആകണമെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ഇഷ്യൂ റിസോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇത് അവരെ നോട്ടിഫൈ ചെയ്യണം. അതിനായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുമ്പോൾ ഇവിടെ കോൺടാക്റ്റ് സപ്പോർട്ട് എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഈ കോൺടാക്റ്റ് സപ്പോർട്ട് എന്നതിൽ നമുക്ക് ടാപ്പ് ചെയ്യാം. ഇനി ഇവിടെ രണ്ട് ഓപ്ഷൻ എല്ലാം വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ചാറ്റ് എന്ന ഓപ്ഷനാണ്. ഈ ചാറ്റ് എന്ന ഓപ്ഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളോട് ഇവിടെ എന്താണ് നമ്മുടെ ഇഷ്യൂ എന്ന് പറയാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ഈ ഒരു ഇഷ്യൂ ഇവിടെ ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ ഈ ഒരു ഇഷ്യൂ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് എമൗണ്ട് ഡെബിറ്റഡ് ഫ്രം മൈ അക്കൗണ്ട്, ഹവർ ട്രാൻസാക്ഷൻ നോട്ട് സക്സീഡഡ് എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ നിന്നും പേയ്മെൻ്റ് എല്ലാം പോയി. എന്നാൽ ഇത് മറ്റു ആളുടെ നമ്മൾ അയച്ചിരിക്കുന്ന അയാളുടെ അക്കൗണ്ടിലേക്ക് ഇത് കയറിയിട്ടില്ല. അതിനാൽ തന്നെ ആ ട്രാൻസാക്ഷൻ ഫെയിലായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഈ ഒരു കാര്യം ഇവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ലഭിക്കുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് എന്നതാണ്. അതിനാൽ തന്നെ ഈ നെക്സ്റ്റ് എന്നതിൽ ടാപ്പ് ചെയ്യുക. ഇത്തരത്തിൽ നെക്സ്റ്റ് എന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എമൗണ്ട് നോട്ട് ക്രെഡിറ്റഡ് എന്നെല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ എമൗണ്ട് നോട്ട് ക്രെഡിറ്റഡ് എന്നതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഈ ചാറ്റിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫെയിലായിരിക്കുന്ന ആ ഒരു ട്രാൻസാക്ഷൻ്റെ UPI ID അത് കോപ്പി ചെയ്ത് ഈ ഒരു ചാറ്റിൽ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ അതിനുശേഷം നിങ്ങൾ കണ്ടിന്യൂ എന്ന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇഷ്യൂ വളരെ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് വളരെ ഈസിയായ ഒരു മെത്തേഡാണ്. പക്ഷേ കുറച്ച് സമയമെല്ലാം നിങ്ങൾക്ക് ഇത്തരത്തിൽ ചാറ്റ് ചെയ്യുമ്പോൾ പോകാറുണ്ട്. എന്നാൽ ഇതിലും പെട്ടെന്ന് നിങ്ങൾക്ക് സോൾവ് ചെയ്യണമെങ്കിൽ ഈ ഇഷ്യൂ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് നിങ്ങൾക്ക് ഇവരുടെ കസ്റ്റമർ കെയറുമായി കോൺടാക്റ്റ് ചെയ്യാമെന്നതാണ്. ഇത്തരത്തിൽ ഈ ഒരു നമ്പറിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തതിന് ശേഷം അവരോട് നിങ്ങളുടെ ഈ ഒരു ഇഷ്യൂ, അതായത് അവർ നൽകിയിരിക്കുന്ന ലാംഗ്വേജിൽ ഈ ഒരു ഇഷ്യൂ ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള ഇഷ്യൂസ് എല്ലാം നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഗൂഗിൾ പേ എല്ലാം യൂസ് ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ ഒരു വീഡിയോ എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.